നിങ്ങളെ മമ്മിയോട് ചോദിച്ചിട്ട് മമ്മിക്ക് അവിടെ ഒന്നും ആവശ്യത്തിനല്ല എടുത്തേക്കണത്, ഷൈനിയുടെ അച്ഛന് വേണ്ടിയിട്ട് എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഡിയർ ഫ്രണ്ട്സ്, ഷൈനി കുടുംബശ്രീന്നെടുത്ത ലോൺ തിരിച്ചടവിനെ ചൊല്ലി കുടുംബശ്രീന്ന് ഉഷ എന്ന് പറയുന്ന ഒരു വ്യക്തി ഷൈനിയെ വിളിക്കുമ്പോൾ അവരുടെ മുൻപിൽ നിസ്സഹായയായി സംസാരിക്കുന്ന ഷൈനിയുടെ ഓഡിയോ ക്ലിപ്പാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇതിൽ ഷൈനി മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടുന്നതും നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ ഷൈനി വ്യക്തമായി പറയുന്നുണ്ട്, കുടുംബശ്രീന്നെടുത്ത ലോൺ ഹസ്ബൻഡിൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചത്. തൻ്റെ വീട്ടിലത്തേക്ക് വേണ്ടിയായിരുന്നു എടുത്തതെങ്കിൽ തൻ്റെ സഹോദരങ്ങൾ അത് അടച്ചു തീർക്കുമായിരുന്നു. തനിക്കൊരു നിവർത്തിയുമില്ല. ഇതും പറഞ്ഞ് നോബിയെ വിളിച്ചാൽ നോബി ഫോൺ എടുക്കാറില്ല. അതുമാത്രമല്ല, കുടുംബശ്രീന്ന് അവർ വിളിച്ചിട്ടും നോബി ഫോൺ എടുത്തില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഷൈനിയെ വലിയൊരു മാനസിക സമ്മർദ്ദത്തിൽ നോബി കൊണ്ടെത്തിച്ചെന്നും മറ്റുള്ളവരെ മുമ്പിൽ ഷൈനി തല കുമ്പിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നും നമുക്ക് വ്യക്തമാകും. ഷൈനിയുടെ വീട്ടുകാർ ഷൈനിയുടെ ഫോൺ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായാണ് അറിയാൻ സാധിക്കുന്നത്. അത് പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അവർക്കും എന്തെങ്കിലും ഒളിപ്പിക്കാൻ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആ ഫോൺ ഇതുവരെ പോലീസിന് കൈമാറാത്തത്. ഹലോ, ഷൈനി 2 മാസം കഴിഞ്ഞാലും ഷൈനി ലോൺ അടക്കില്ലേ? ഹലോ, നോബി വരാൻ എന്തെങ്കിലും നടക്കുവോ ചോദിച്ചാൽ നോബിയോട് ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ കേസ് നടക്കുമല്ലോ, അത് കഴിയുമ്പോൾ തരാന്നാ പറഞ്ഞത്. അപ്പൊ ഈ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? ലോൺ ഇനി എത്ര നാളെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതിനടുത്ത് അടയ്ക്കണം. ഇതിനടുത്ത് അടയ്ക്കാനും പറ്റത്തില്ല, പൈസയൊക്കെ തീർന്നില്ലേ? അന്ന് ചേച്ചി പറഞ്ഞ മറ്റേ ഇതങ്ങാണ്ട് എനിക്ക് വേണ്ടി അത് ഫോൺ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് അടിച്ചാമെന്നല്ല എന്ന് പറഞ്ഞേ. അപ്പൊ ഞങ്ങളത് ചോദിച്ചപ്പോ അവര് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഇനി എന്താ ചെയ്യാ? നിങ്ങളെ മമ്മിയോട് ചോദിച്ചിട്ട് മമ്മിക്ക് അവിടെ ഒന്നും ആവശ്യത്തിനല്ല എടുത്തേക്കണത്, ഷൈനിയുടെ അച്ഛന് വേണ്ടിയിട്ട് എടുത്തെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തെന്നാ അവര് പറഞ്ഞത് ഞങ്ങളോട്. അവർക്ക് വേണ്ടിയിട്ടൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. എന്നാ ചെയ്യും? നോബി എന്നോ തന്നെ ഒരു പിടുത്തമില്ല. ഇപ്പൊ ഒരു നോട്ടീസ് വരെ തിരിച്ചു വിട്ടവര്. ഇനി അടുത്ത മാസം 14-ാം തീയതി ഒരെണ്ണം വിട്ടേക്കുന്നത്. തോമസ് ചേട്ടനെ വിളിച്ചു നോക്കി നോബീനെ, പക്ഷെ കോൾ എടുക്കുന്നില്ല. ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ ഇപ്പൊ ഇടയ്ക്ക് പിള്ളേരെ വിളിക്കാറുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ അതിനോട് പറഞ്ഞത് കേസ് നടക്കുമല്ലേ, അത് കഴിയുമ്പത്തി ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അതുവരെ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവൂലേ? ലോൺ ഇപ്പൊ തീരാവുന്ന രീതിയിലായിട്ടുണ്ട്. അത് അടച്ചു തീർന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ലോണും കിട്ടത്തില്ല. എന്താ ചെയ്യാ? എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവസ്ഥയില്. ഞാനിപ്പോ അത് മുഴുവൻ അടച്ചു കഴിയുമ്പത്തേ അവര് പിന്നെ പറയല്ലേ, നിന്റെ അവസ്ഥന് തന്നെ എടുത്തെന്നല്ലേ അവര് പറയുള്ളൂ. ഞാൻ എടുത്തോണ്ട് പോകുന്നല്ലേ പറയൂ. എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇനി അവരുടെ വീട്ടിൽ പോയിരിക്കേണ്ടി വരുമോ? പോലീസുകാരെന്നാന്ന് പറഞ്ഞു? പോലീസുകാരെന്നാ പറയുന്നത്? പോലീസുകാരിപ്പോ വക്കീലാണെങ്കിൽ എന്നോട് പറഞ്ഞു, നീ ഇതായിട്ട് പറ, അല്ലാതെ ഇപ്പൊ നീ ഇപ്പൊ എടുത്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിന്റെ ഇതിലോട്ടാന്ന് ചോദിക്കുന്നത് എടുത്ത് കൊടുക്കാനായിട്ട്. അതിപ്പം ഇത് കേസിന്റെ വരുമ്പോ എന്തായാലും പൈസ മേടിച്ചു തരും വക്കീല്. അന്നേരം കൊടുക്കാന്ന് പറയാൻ അവര് പറയുന്നത്. എന്ത് ചെയ്യുമെന്ന് പറക്കേ? എല്ലാവരും വഴക്കുണ്ടാക്കിയ കുടുംബശ്രീ കടന്നുണ്ട്, പെണ്ണുങ്ങളല്ല എടുക്കാൻ പറ്റത്തില്ല, പൈസ അടയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞോണ്ട്. എന്ത് ചെയ്യും നീ? അത് ശരിയല്ലേ? നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് പൈസ എടുത്ത് അടച്ചടച്ച് ഗ്രൂപ്പിൽ ലോൺ കൊടുക്കാനില്ലല്ലോ. ശരിയായി. അവനവന്റെ ഒരു ഇത് വരുമ്പോഴല്ലേ അവനത് മനസ്സിലാവുള്ളൂ. നമുക്ക് വന്നു കഴിയുമ്പോ നമ്മള് എന്ത് ചെയ്യണം നമുക്ക് ഇതല്ലോ. അവനവന് ആ ഒരു അവസ്ഥ വരുമ്പോഴേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ എന്നാ ചെയ്യണമെന്ന്. ഇപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് എന്റെ ആവശ്യത്തിന് എന്റെ വീട്ടോട്ട് കൊണ്ടുവന്നാണ് പിന്നെ ആംഗ്ലമാരെത്തത് അടച്ചു തീർക്കും. അവന്മാരത് അടച്ചു തീർത്തിട്ട് ചെയ്യും. ഇതിപ്പോ എന്റെ ആവശ്യത്തിന് അവിടുന്ന് ഞാൻ കൊണ്ടുവന്ന സാധനമല്ല, അവരുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ എടുത്തതല്ലേ. നോബീനെ കൊണ്ട് ഒപ്പിടിക്കേണ്ടതായിരുന്നു. ഇരിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളത് ചെയ്തില്ല, നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്തില്ല. അതിപ്പോ നമ്മുടെ പിഴവ് പറ്റിപ്പോയി. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. നോബിന്ന് വന്നു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയനായിരുന്നു. വന്നു കിട്ടിയിരുന്ന വരിയെല്ലാം കൊണ്ട് അവിടെ നിൽക്കുമല്ലേ, വരിയല്ലോ. ഇപ്പൊ ഇന്നാളാണേലും 1 മാസം അവധിക്ക് നാത്തിന്റെ അടുത്ത് പോയി നിൽക്കുമല്ലേ 1 മാസം. എന്നിട്ട് പിന്നെ പുള്ളി തിരിച്ച് ജോലിക്ക് കയറുമല്ലേ. അങ്ങനെയല്ലേ പുള്ളി ചെയ്തത്. പുള്ളി ഇങ്ങ് വരുന്നുമല്ല, പുള്ളി ഞാൻ കയറ്റി വിടുകയും ചെയ്തു. പുള്ളി ഇപ്പൊ വരുന്നുമില്ലല്ലോ, നമ്മളെ ഇതാക്കാൻ വേണ്ടി നിൽക്കുമല്ലേ. അതിപ്പം ഞാൻ കേസ് കൊടുത്തിരുന്ന കേസ് കൊടുത്തിപ്പം പോലീസുകാരും വെളുപ്പിക്കും. അല്ലാതെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പുള്ളി വരാതെ നമുക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അടുത്ത മാസം അടുത്തത് വെച്ചേക്കുന്നേ. അതിപ്പോ പുതിയ കേസ് ആകുമ്പോ വെച്ച് നീട്ടി വെക്കോളെന്ന് പറഞ്ഞു.
ആ ആ ആ അതുകൊണ്ടാ ഇപ്പൊ ഇത് നടക്കുന്നത്. അല്ലാതെ നമുക്കിപ്പം പോലീസുകാർ ഇടപെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടിയല്ലോ. നമ്മളിപ്പം കോടതി വഴി പോയാൽ നമുക്ക് അതിന്റെ എന്തേലും കിട്ടുള്ളൂ. ആ. കോടതിയിലേക്ക് കൊടുത്താ? അത് കൊടുത്തു, അല്ലാതെ നമുക്ക് കിട്ടുമോ? അപ്പൊ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാ? അത് ഇപ്പൊ തൽക്കാലത്തേക്ക് പെട്ടെന്നൊന്നും കിട്ടുമൊന്നുമില്ലല്ലോ, ഡൈവോഴ്സ് ആയി ആ കിട്ടുമൊന്നുമില്ലല്ലോ. ആ ഇപ്പൊ ഒരു SBI ഒരെണ്ണം തുടങ്ങിയിട്ടുണ്ട്, ലൈഫ് ഇൻഷുറൻസ്. അതാണേലും പുള്ളിയുടെ പേരിൽ, എന്റെ പേരിൽ തുടങ്ങിയിരിക്കുന്നത്. ആ പുള്ളി ഇപ്പൊ അടയ്ക്കുന്നില്ല. ആ പുള്ളി മാറ്റി കൊടുക്കുവാണെങ്കിൽ പുള്ളി അടയ്ക്കാന്ന് പറഞ്ഞു. ആണോ? അതങ്ങനെ ഇട്ടേക്കുക. ശോ. എന്തായാലും ചെയ്യും. ഞാനിപ്പോ അത് തോമസ് ചേട്ടനോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ എന്നാ ചെയ്യുന്നുള്ളത്. തോമസ് ചേട്ടനൊന്ന് വിളിച്ചു പറ.